സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും 9 മണി വാർത്തയിലേക്ക്. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ വേഗത്തിൽ നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് നിർണായകം. പീഡന കേസിൽ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയിൽ. രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞത് ഇന്നുവരെ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPM കൂടുതൽ പ്രതിരോധത്തിൽ. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെതിരെ SIT റിപ്പോർട്ടിൽ ഗുരുതര പരാമർശങ്ങൾ. പാർട്ടി നടപടി വൈകുന്നത് രാഷ്ട്രീയ ആയുധമാക്കാൻ UDF. കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ മാത്രം നടപടിയെടുത്താൽ മതിയെന്ന് CPM. VK പ്രശാന്ത് ഓഫീസ് മാറും. ഓഫീസ് മാറുക ശാസ്തമംഗലത്ത് നിന്ന് മരുതൻകുഴിയിലേക്ക്. വൈബ് വട്ടിയൂർക്കാവിന്റെ ഓഫീസിൽ MLA ഓഫീസ് പ്രവർത്തിക്കും. മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന് വിട നൽകാൻ രാഷ്ട്രീയ കേരളം. ഖബറടക്കം രാവിലെ എറണാകുളം ആലങ്ങാട് ജുമാ മസ്ജിദിൽ. 9 മണിവരെ ആലുവയിൽ വീട്ടിൽ പൊതുദർശനം. അന്ത്യാഞ്ജലി അർപ്പിച്ച് നിരവധി പേർ. തിരുവനന്തപുരം കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥിരംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഇന്ന്. കോർപ്പറേഷനിലുള്ളത് ധനകാര്യ ഉൾപ്പെടെ 8 സ്ഥിരം സമിതികൾ. 8 സ്ഥിരം സമിതികളിലും BJP പ്രതിനിധികൾ അധ്യക്ഷ സ്ഥാനത്തെത്തുമെന്ന് സൂചന. സംസ്ഥാനത്ത് ഒരു ജനതാ പാർട്ടി കൂടി. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടി എന്ന പേരിലാകും പുതിയ പാർട്ടി. മന്ത്രി K. കൃഷ്ണൻകുട്ടി, മാത്യു T. തോമസ് MLA എന്നിവരുടെ നേതൃത്വത്തിലുള്ള പുതിയ പാർട്ടിയുടെ പ്രഖ്യാപനം ഇന്ന് തിരുവനന്തപുരത്ത്. വയനാട് പുൽപ്പള്ളി സീതാദേവി ക്ഷേത്ര ഉത്സവത്തിനിടെ ആനയിടഞ്ഞു. 2 പാപ്പാന്മാർക്ക് പരിക്ക്. പരിക്കേറ്റവരെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള US താൽപര്യത്തിനെതിരെ യൂറോപ്യൻ രാജ്യങ്ങൾ. ആർട്ടിക് ദ്വീപിന്റെ ഭാവി തീരുമാനിക്കാൻ അവകാശം ഗ്രീൻലാൻഡിനും ഡെൻമാർക്കിനും മാത്രം. ബാഹ്യ ഇടപെടലുകൾ അനുവദിക്കാനാവില്ലെന്നും സംയുക്ത പ്രസ്താവനയിൽ നേതാക്കൾ. ഇറാനിലെ സംഘർഷങ്ങളിൽ 35 മരണം. 1200-ലധികം പേർ കസ്റ്റഡിയിൽ. സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ. റെക്കോർഡ് തകർത്ത് റിയാലിന്റെ മൂല്യത്തകർച്ച തുടരുന്നു. വിശദമായി നോക്കാം വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ A. പത്മകുമാറിനെതിരെ SITയുടെ ഗുരുതര കണ്ടെത്തലുകൾ ഉണ്ടായിട്ടും പാർട്ടി നടപടി വൈകുന്നത് രാഷ്ട്രീയ ആയുധമാക്കാൻ UDF. പത്മകുമാറിനെതിരെ നടപടിയെടുത്താൽ കൂടുതൽ CPM നേതാക്കൾ പ്രതിരോധത്തിലാകുമെന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് UDF പ്രചാരണം സജീവമാക്കുന്നത്. അതേസമയം കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ മാത്രം നടപടിയെടുത്താൽ മതിയെന്നാണ് CPMന്റെ ഇപ്പോഴുമുള്ള നിലപാട്. എന്തായാലും വീണ്ടും ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് എന്ന് തന്നെയാണ് ഈ സൂചന നമുക്ക് ലഭ്യമാകുന്നത്. അതേസമയം ഇപ്പോഴും തന്റെ നേതാവിനെ പത്മകുമാറിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാട് തന്നെയാണ് CPM സ്വീകരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിനെതിരെ SITയുടെ ഗുരുതര കണ്ടെത്തലുകൾ ഉണ്ടായിട്ട് പോലും പാർട്ടി നടപടിയെടുക്കുന്നില്ല എന്ന് വിവിധ കോണിൽ നിന്ന് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഡാൻ കുര്യൻ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം വലിയ തരത്തിൽ ഈ വിഷയം ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയായിരുന്നു കോൺഗ്രസിന്റെ മുഖ്യ ആയുധമെന്ന് പറയാം. നമുക്കറിയാം, പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ടടക്കം വലിയ തരത്തിൽ കോൺഗ്രസിനെ സഹായിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ലാത്തതാണ്. അതുതന്നെ വീണ്ടും ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രത്യേകിച്ചും ഇപ്പോഴും ഇതാ പത്മകുമാറിനെ അടക്കം പാർട്ടി സംരക്ഷിക്കുന്നതടക്കം ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെ വലിയ ആയുധമാക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് കോൺഗ്രസ് എന്ന് മനസ്സിലാക്കണമോ? SIT കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിലെ പരാമർശങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് പത്മകുമാറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് CPM പത്മകുമാറിനെ സംരക്ഷിക്കാനുള്ള നീക്കം നടത്തുകയാണെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് പ്രചാരണം ശക്തമാക്കാനുള്ള
UDFന്റെ തീരുമാനം. അത്തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ പ്രചാരണത്തിനാണ് UDF തയ്യാറെടുക്കുന്നത്. അതായത് പത്മകുമാറിനെതിരെ ഒരു കടുത്ത നടപടി ഉണ്ടായാൽ അത് കൂടുതൽ CPM നേതാക്കളെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്ന ഒരു പ്രതീതി നിലനിൽക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കുക എന്നൊരു ലക്ഷ്യമാണ് UDFിൻ്റേത്. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ചേർന്ന ലക്ഷ്യ ക്യാമ്പിൽ അടക്കം ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം വലിയ രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിയിരുന്നു. പത്മകുമാറിനെതിരെ ഇതുവരെയുള്ള കണ്ടെത്തലുകൾ ഈ ഗൂഢാലോചനയിലടക്കം നേരിട്ട് പത്മകുമാറിന്റെ പങ്കുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാറിന്റെ ആറന്മുളയിലെ വസതിയിലെത്തി ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ SITയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ്. എന്നിട്ടും എന്തുകൊണ്ട് നടപടി വൈകുന്നു എന്നതാണ് UDF നേതൃത്വത്തിന്റെ പ്രധാനപ്പെട്ട വിമർശനം. അവിടെ കഴിഞ്ഞ ദിവസം CPM ഇതിന് ജില്ലാ സെക്രട്ടറി അടക്കം അതോടൊപ്പം CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ അതിന് നൽകിയിരിക്കുന്ന മറുപടി കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ മുഖം നോക്കാതെയുള്ള നടപടി അദ്ദേഹത്തിനെതിരെ ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് ആരോപണം മാത്രം നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ അത് വസ്തുതാപരമായി തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് അങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കേണ്ട കാര്യമില്ല. കാരണം പിന്നെ നാളെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ അവാസ്തവമെന്ന് വന്നാൽ ഇപ്പോൾ നടപടിയെടുത്താൽ അപ്പോൾ പിന്നെ എന്ത് ചെയ്യും എന്നതാണ് നേതാക്കൾ പ്രധാനമായി ഉന്നയിക്കുന്ന കാര്യം. പക്ഷേ അതിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു വേളയിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി അത് ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അതിനെ ഏത് തരത്തിൽ CPM നോക്കിക്കാണും എന്നതാണ് ഇനി അറിയാനുള്ളത്. അവിടെയാണ് ഡാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറ്റക്കാരെന്ന് തെളിഞ്ഞാൽ നടപടി ഉണ്ടാകും, അല്ലെങ്കിൽ മുഖം നോക്കാതെ നടപടി എടുക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ആവർത്തിച്ച സാഹചര്യമുണ്ടായിരുന്നു. അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇവിടെ ഇതാ ഇപ്പോൾ ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ഈ വലിയ വിഷയം വീണ്ടും ആയുധമാക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്ന സാഹചര്യം ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെയാണ് ഇപ്പോൾ ഇന്നലെ SITയുടെ വളരെ നിർണായകമായ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നു. അല്ലെങ്കിൽ കൂടുതൽ വെട്ടിലാവുകയാണ് പത്മകുമാർ എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകൾ ഇന്നലെ SIT ഹൈക്കോടതി അറിയിച്ചത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ പാളികൾ കൊടുത്തുവിടാനുള്ള മിനിറ്റ്സിൽ പത്മകുമാർ തിരുത്തൽ വരുത്തി എന്നതിനുള്ള തെളിവുകളാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിൽ തിരുത്തലുകൾ വരുത്തി എന്നാണ് SIT കോടതി അറിയിച്ചത്. അപ്പോൾ എന്നിട്ട് പോലും എന്തുകൊണ്ടായിരിക്കും ഈ വിഷയത്തിലൊരു അല്ലെങ്കിൽ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനോ അല്ലെങ്കിൽ ഒരു നടപടിയെടുക്കാനോ പാർട്ടി മുതിരാത്തത് ഡാൻ? അതിന് നേതൃത്വമാണ് കൃത്യമായ ഒരു മറുപടി പറയേണ്ടത്. അത് ആവർത്തിച്ച് മാധ്യമങ്ങൾ പലപ്പോഴായി CPMന്റെ പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തോടും സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കളോടുമൊക്കെ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരേ ഒരു വാചകം മാത്രമാണ് അവർ അതിന് കൃത്യമായ ഒരു മറുപടിയായി പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ ആരോപണ വിധേയൻ മാത്രമാണ് ഇപ്പോൾ അദ്ദേഹം. അതിനപ്പുറത്തേക്ക് ഉയർന്ന ആരോപണങ്ങൾ തെളിയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ തെളിയിക്കപ്പെടുമ്പോൾ മാത്രമേ ആ കാര്യത്തിൽ പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകുകയുള്ളൂ. മറ്റ് പാർട്ടികൾ പോലെയല്ല, ഇതിൽ കൃത്യമായി നടപടി എന്നാൽ അത് നടപടി തന്നെ ആയിരിക്കും, പേരിനൊരു നടപടി ആയിരിക്കില്ല എന്ന കാര്യം കൂടി ഒരു മുന്നറിയിപ്പായി CPM നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ അത് അന്വേഷണത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം മതി, അല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം മതി, കുറ്റക്കാരെന്ന് കോടതി വിധിക്കുമ്പോൾ മാത്രം മതി എന്നൊരു തീരുമാനത്തിലേക്കാണ് CPM എത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെയും സമാനമായ തരത്തിൽ പ്രമാദമായ കേസുകളിൽ CPM നേതാക്കൾ ഉൾപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോഴൊക്കെ പാർട്ടി സ്വീകരിച്ച നിലപാട് അതാണ്. അതുകൊണ്ട് ഈ ഒരു കേസിൽ മാത്രം അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതില്ല. അതിനോടുള്ള പാർട്ടിയുടെ സമീപനം കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ പാർട്ടി നടപടി, അത് എല്ലാ കേസിലും അങ്ങനെ തന്നെ മതി എന്നൊരു പൊതുവിലയിരുത്തലിലേക്ക് നേതൃത്വം എത്തിയിരിക്കുന്നത് കൊണ്ടാണ് ഈ കേസിലും അങ്ങനെ ഒരു തീരുമാനമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് പത്മകുമാറിനെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കവും ഉണ്ടായിട്ടില്ലെന്ന് CPM ആവർത്തിക്കുന്നുണ്ട്. കാരണം SITയുടെ അന്വേഷണത്തിൽ ഒരു തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നില്ല. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോഴും ചോദ്യം ചെയ്യാൻ പോയപ്പോഴും മറ്റ് നടപടിക്രമങ്ങളിലേക്കൊക്കെ SIT കടന്നപ്പോഴും സ്വതന്ത്രമായി തന്നെയാണ് അവർ അന്വേഷണം നടത്തുന്നത്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായ ഒരു സമ്മർദ്ദവും അവർക്കുമേലില്ല എന്ന് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. എന്തായാലും പത്മകുമാറിനെതിരെ നടപടി ഉണ്ടായേക്കും, പക്ഷേ അത് ഇപ്പോഴുണ്ടാകില്ല. അതാണ് നേതൃത്വം നൽകുന്ന മറുപടി. പക്ഷേ അത് എത്രത്തോളം സ്വീകാര്യമാകും എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും അതിനെതിരെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രചാരണം UDF തുടക്കമിടുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. അതാണ് ഇത് ലക്ഷ്യ 100+മായി കോൺഗ്രസ് ഇറങ്ങുമ്പോൾ പ്രധാന പ്രചരണായുധം ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിലൊരു ചിത്രം വ്യക്തമാകുന്നു അല്ലേ? തീർച്ചയായിട്ടും.
കാരണം ഔദ്യോഗികമായ വാർത്താ സമ്മേളനത്തിലടക്കം KC വേണുഗോപാൽ, KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ പറഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-നുണ്ടായ വലിയൊരു നേട്ടത്തിന്റെ പിന്നിൽ, UDF-ന് ലഭിച്ച അപ്രതീക്ഷിതമായ വിജയത്തിന് പിന്നിൽ ഒരു പ്രധാനപ്പെട്ട കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്ന പ്രചാരണങ്ങൾ തന്നെയാണ്. അത് കൃത്യമായി UDF-ന് അനുകൂല വോട്ടായി മാറി. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെ പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. അതുകൊണ്ട് തന്നെയാണ് 100 സീറ്റുകൾക്ക് മുകളിൽ ലഭിച്ച് UDF അധികാരത്തിൽ വരുമെന്ന ആത്മവിശ്വാസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ആവർത്തിക്കുന്നതിന്റെ കാരണവും അതുതന്നെയാണ്. എന്തായാലും നമുക്ക് കൃത്യമായി അത് വീണ്ടും പ്രചാരണ വേദികളിൽ മറ്റ് പാർട്ടികൾ CPM-നെതിരെ ഒരു ആയുധമായി ഉപയോഗിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനായി പാർട്ടി ഏത് തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഇനി അറിയാനുള്ളത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഡാൻ, തുടരുക. മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. കെട്ടിട വിവാദങ്ങൾക്ക് പിന്നാലെ VK പ്രശാന്ത് ഓഫീസ് ഒഴിയുന്നു. ശാസ്തമംഗലത്ത് നിന്ന് മരുതൻകുടിയിലെ വട്ടിയൂർക്കാവിന്റെ ഓഫീസിൽ ഇനി MLA ഓഫീസ് പ്രവർത്തിക്കും. ശാസ്തമംഗലത്തെ നിലവിലെ ഓഫീസിൽ നിന്ന് സാധനങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഡാൻ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ഡാൻ, ഈ MLA പ്രശാന്തിന്റെ ഓഫീസിന്റെ മുകളിൽ R ശ്രീലേഖയുടെ പേര് വെച്ചതൊക്കെ വലിയ വിവാദമായിരുന്നു. അതിന് മുൻപും വലിയ വിവാദങ്ങൾ നടന്നു. ഇപ്പോഴെന്തായാലും ഇതാ കെട്ടിട വിവാദങ്ങളൊക്കെ ഒഴിയുന്നു എന്ന് മനസ്സിലാകണമോ? അതായത് ആ വിവാദങ്ങൾ മാറുന്നു, ഒപ്പം MLA ഓഫീസും മാറുന്നു, അങ്ങനെയാണോ? ശാസ്തമംഗലത്ത് VK പ്രശാന്ത് MLA ആയപ്പോൾ മുതൽ, വട്ടിയൂർക്കാവ് MLA ആയപ്പോൾ മുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഓഫീസിൽ R ശ്രീലേഖ അവരുടെ ഓഫീസ് ആരംഭിക്കുകയും VK പ്രശാന്തിന്റെ നെയിം ബോർഡിന്റെ മുകളിൽ അവരുടെ നെയിം ബോർഡ് സ്ഥാപിക്കുകയും ഒക്കെ ചെയ്ത വലിയ വിവാദങ്ങൾക്ക് വഴി തുറന്നതിന് പിന്നാലെയാണ് ഇനി അങ്ങനെ ഒരു പ്രശ്നങ്ങൾക്ക് ഇട കൊടുക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ VK പ്രശാന്ത് MLA ശാസ്തമംഗലത്തെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് മാറാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മരുതൻകുടിയിലേക്കാണ് ഓഫീസ് മാറ്റുന്നത്. അതുമായി ബന്ധപ്പെട്ട് VK പ്രശാന്ത് MLA-യുടെ ഓഫീസിൽ നിന്ന് സാധന സാമഗ്രികളൊക്കെ മാറ്റി തുടങ്ങിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും വലിയ തരത്തിലുള്ളൊരു വിവാദമായി ഈ ഓഫീസ് വിവാദം ചർച്ചകളിൽ നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും BJP അതിനെ വാടക പോലും നൽകാതെയാണ്, അല്ലെങ്കിൽ വാടക ഇനത്തിൽ തുച്ഛമായ ഒരു പണം മാത്രം നൽകിയാണ് MLA അവിടെ തുടർച്ചയായി ആ ഓഫീസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വിമർശനമൊക്കെ തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അത്തരം വിവാദങ്ങൾക്ക് ഇനി അവസരം കൊടുക്കേണ്ടതില്ല എന്നൊരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ VK പ്രശാന്ത് മരുതൻകുടിയിലേക്ക് അദ്ദേഹത്തിന്റെ ഓഫീസ് മാറ്റുന്നത് എന്നാണ് വിവരം. VK പ്രശാന്ത് MLA-യുടെ പ്രതികരണം ഈ വിഷയത്തിൽ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. പീഡനക്കേസിൽ മുൻകൂർ ജാമ്യം തേടിയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് A ബദറുദ്ദീനാണ് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. മുൻകൂർ ജാമ്യം തള്ളിയ തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ ഉത്തരവിൽ പിഴവുണ്ടെന്നും പരാതിക്കാരിക്കെതിരായ തെളിവുകൾ പരിഗണിച്ചില്ലെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ രാഹുലിന്റെ വാദം. അതേസമയം കേസിൽ കക്ഷി ചേരണമെന്നാവശ്യപ്പെട്ട് അതിജീവിത ഹൈക്കോടതിയെ ഇന്നലെ സമീപിച്ചിരുന്നു. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് നിർണായകമാണ്, അക്കാര്യത്തിൽ സംശയമില്ല. എന്ത് വാദമാണ് കോടതിയിൽ രാഹുലിന്റെ അഭിഭാഷകൻ നിരത്തിയിട്ടുള്ളത്? അതോടൊപ്പം കോടതി എന്ത് നിലപാടെടുക്കാനുള്ള സാധ്യതയുണ്ട്? ഏറ്റവും പ്രധാനമായി അതിജീവിതയടക്കം താൻ പറയുന്നത് കൂടി കേൾക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ കക്ഷി ചേർന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ ഭവ്യ കേസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുന്നോട്ട് പോക്കിൽ ഈ കേസിലെ ഹൈക്കോടതി നടപടികൾ വളരെ സുപ്രധാനമാണ്. ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ പോലും ഈ കേസിന്റെ ഗതി നിർണ്ണയിക്കും. ഈ സാഹചര്യത്തിൽ ഇന്ന് ഇപ്പോൾ പ്രധാനമായും തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെന്ന പോലെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലടക്കം ഉയർത്തിയ വാദങ്ങൾ തന്നെയാണ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. തനിക്കെതിരെ ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയാണ് ഇതിൽ നടന്നിരിക്കുന്നത്. തന്നെ രാഷ്ട്രീയപരമായി ഇല്ലായ്മ ചെയ്യുക എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിന് മാത്രവുമല്ല, ഇതിൽ ചില ഡിജിറ്റൽ തെളിവുകൾ അടക്കം ഹൈക്കോടതിക്ക് മുന്നിലേക്ക് സമർപ്പിക്കാൻ താൻ തയ്യാറാണ് എന്നതടക്കമുള്ള വാദങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കാര്യങ്ങളിൽ ഈ പെൺകുട്ടിക്ക് ഇതിൽ പരാതിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ചിലർ ഇടപെടലാണ് ഈ രീതിയിലുള്ള ഒരു പരാതി നൽകുന്നതിനടക്കമുള്ളൊരു സാഹചര്യത്തിലേക്ക് വന്നത്. അതിൽ പലരും തന്നെ അതിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അത് തന്നെ വ്യക്തിപരമായും രാഷ്ട്രീയപരമായും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇടപെടലാണ് പലരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അത് തെളിയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വാട്സപ്പ് ചാറ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ തനിക്ക്
കോടതിയിൽ ഹാജരാക്കാൻ കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രധാനമായും ഹൈക്കോടതിക്ക് മുന്നിലേക്ക് ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ കൃത്യമായ രീതിയിലുള്ള ഒരു തെളിവുകൾ തനിക്കെതിരെ ചിലർ നീങ്ങിയതിന്റെ തെളിവുകളടക്കം ഹാജരാക്കാൻ തനിക്ക് കഴിയുമെന്നതടക്കമുള്ള വാദമുഖങ്ങൾ രാഹുൽ മാങ്കൂട്ടം ഉയർത്തിയിരുന്നു. അത് തന്നെയാണ് കോടതിയിലേക്കും സ്വാഭാവികമായും ഈ വാദങ്ങൾ തന്നെയായിരിക്കും ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഒപ്പം തന്നെയും ഈ അതിജീവിതയടക്കവും കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ കേസിലെ തുടർ നടപടികൾ അല്ലെങ്കിൽ ഈ മുൻകൂർ ജാമ്യം സംബന്ധിയായ കാര്യങ്ങളിലൊരു തീരുമാനം ഇപ്പോൾ അറസ്റ്റ് തീരുമാനമാകും വരെ അറസ്റ്റ് പാടില്ല എന്നത് ഇതിൽ തീരുമാനങ്ങളിലേക്കാണ് നീങ്ങിയിട്ടുള്ളതെങ്കിൽ അതിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഏത് രീതിയിലുള്ള ഒരു ഇടപെടൽ അടക്കം ഉണ്ടാകുന്നു എന്നതാണ് ഇനി അറിയേണ്ടത്. കാരണം ഇപ്പോൾ പെൺകുട്ടിയുടെ പരാതികളടക്കം മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതെല്ലാം തന്നെ കോടതി പരിഗണിക്കുകയും ചെയ്യും. എന്തായാലും കോടതി നടപടികൾ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം MLA സ്ഥാനം അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കോടതി നടപടികൾ വളരെ നിർണായകം തന്നെയാണ്. ഭവ്യ, ഡാനി പോളാണ് വിവരങ്ങൾ. തിരുവനന്തപുരം കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ സ്ഥിരം അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. ധനകാര്യം ഉൾപ്പെടെ 8 സ്ഥിരം സമിതികളാണ് കോർപ്പറേഷനിലുള്ളത്. എല്ലാ കൌൺസിലർമാരും ഏതെങ്കിലും ഒരു സ്ഥിരം സമിതി അംഗമായിരിക്കണമെന്നാണ് വ്യവസ്ഥ. 29 അംഗങ്ങളുള്ള LDF-നും 19 അംഗങ്ങളുള്ള UDF-നും സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തിന് അവകാശമുണ്ടെങ്കിലും കോർപ്പറേഷനിലെ 8 സ്ഥിരം സമിതികളിലും BJP പ്രതിനിധികൾ അധ്യക്ഷ സ്ഥാനത്തെത്തുമെന്നാണ് സൂചന. സംസ്ഥാനത്ത് ഒരു ജനതാ പാർട്ടി കൂടി. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടി എന്ന പേരിലാകും പുതിയ പാർട്ടി. കേരളത്തിൽ ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്ന ജനതാദൾ എസ് ദേശീയ തലത്തിൽ BJPയുടെ സഖ്യകക്ഷിയാണ്. ആ സാഹചര്യത്തിലാണ് ദേശീയ പാർട്ടിയുമായി ബന്ധമുപേക്ഷിച്ച് സംസ്ഥാനത്ത് പുതിയ പാർട്ടി രൂപീകരിക്കുന്നത്. മന്ത്രി K കൃഷ്ണൻകുട്ടി, മാത്യു T തോമസ് MLA എന്നിവർ നേതൃത്വത്തിലുള്ള പുതിയ പാർട്ടിയുടെ പ്രഖ്യാപനം ഇന്ന് തിരുവനന്തപുരത്തുണ്ടാകും. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ മന്ത്രിയുമായിരുന്ന VK ഇബ്രാഹിം കുഞ്ഞിന് വിട നൽകാൻ രാഷ്ട്രീയ കേരളം. ഖബറടക്കം എറണാകുളം ആലങ്ങാട് ജുമാ മസ്ജിദിൽ നടക്കും. ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങ്. 9 മണിവരെ ആലുവയിലെ വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. ഇന്നലെ കളമശ്ശേരി ഞാലകം കൺവെൻഷൻ സെന്ററിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു. ഇബ്രാഹിം കുഞ്ഞിനോടുള്ള ആദരസൂചകമായി മുസ്ലിം ലീഗ് 3 ദിവസത്തെ പൊതുപരിപാടികൾ മാറ്റിവെച്ചു. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, എപ്പോഴത്തേക്കാണ് VK ഇബ്രാഹിം കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഭവ്യ, ഇപ്പോൾ ഇവിടെ ആലുവയിലുള്ള ആലൂർ പെരിയാർ തീരത്തുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ സംസ്കാര ചടങ്ങുകൾ അടക്കം അതിന് മുന്നോടിയായുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ പൂർത്തിയാകുന്നതാണ്. ഇവിടെ ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ 9 മണി വരെയാണ് അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു സമയമായിട്ട് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ വളരെ വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇന്നലെ രാത്രി മുതൽ അനുഭവപ്പെടുന്ന നിരവധിയായ ആളുകൾ, പ്രവർത്തകർ തുടങ്ങിയവരെല്ലാവരും തന്നെ ഇവിടേക്ക് എത്തുന്നു. മാത്രമല്ല ഈ സമീപത്തുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ വളരെ സുദീർഘമായ ഒരു കാലം അദ്ദേഹം ജനപ്രതിനിധിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഉറ്റബന്ധം ഈ അദ്ദേഹത്തിന് മറ്റുള്ളവരുമായിട്ട് തന്നെ എല്ലാം തന്നെ ഉണ്ട്. ഇവരെല്ലാവരും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പലതവണയായി തിരക്ക് നിയന്ത്രിക്കാനുള്ളൊരു ശ്രമം. കാരണം ഇവിടെ നിന്ന് ജുമാ മസ്ജിദിലേക്ക്, ആലങ്ങാട് ജുമാ മസ്ജിദിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അവിടേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അപ്പോൾ അല്പസമയത്തിനകം തന്നെ വീട് ഇവിടെ പെരിയാറിൻ്റെ തീരത്താണ്. ഇവിടെ നിന്ന് മൃതദേഹം വിലാപയാത്രയായിട്ട് ആലങ്ങാട് ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോകും. അവിടെയും പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അവിടെ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാരം എന്നത് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ കളമശ്ശേരി ഞാലകം കൺവെൻഷൻ സെൻറ്ററിൽ നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നത്. മന്ത്രി P രാജീവ്, അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കൾ രമേശ് ചെന്നിത്തല അടക്കമുള്ള നിരവധി വ്യക്തിത്വങ്ങൾ ഇവിടേക്ക് എത്തിയിരുന്നു. ഇപ്പോഴും ഇന്ന് രാവിലെയും ഇവിടേക്ക് രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തി അന്തിമോപചാരം അർപ്പിച്ചു. ഒപ്പം ഈ ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം മുഴുവനായും തന്നെ ഏതാണ്ട് ഇവിടെ തന്നെ ഇന്നലെ മുതൽ കേന്ദ്രീകരിക്കുകയാണ്. അവരിപ്പോഴും ഈ സംസ്കാര ചടങ്ങുകൾക്കടക്കമുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും നൽകി ഏകോപിപ്പിച്ചുകൊണ്ട് ഇവിടെ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് കാണാം, അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഇവിടെ നിന്ന്, ഭൗതിക ശരീരം ഇവിടെ നിന്ന് സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ആലങ്ങാട് ജുമാ മസ്ജിദ് സെൻറ്ററിലേക്ക് കൊണ്ടുപോകും.
ഉണ്ടാവുകയും ചെയ്യും. അതിനുള്ളൊരു ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും എല്ലാം തന്നെ പൂർത്തിയാകുകയാണ്. സുദീർഘമായ ഒരു കാലം അദ്ദേഹം മട്ടാഞ്ചേരിയിലും കളമശ്ശേരി നിയോജക മണ്ഡലത്തിലുമായിട്ട് MLA ആയിരുന്നു. അതോടൊപ്പം 2 വട്ടം മന്ത്രിയായിരുന്നു. വളരെ അടുത്ത ബന്ധം എല്ലാ മണ്ഡലങ്ങളിലെയും ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ജനങ്ങളുമായി വിശിഷ്യ അദ്ദേഹത്തിന് തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് തീർത്തും സാധാരണക്കാരുമായുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഒരടുപ്പം അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. നിരവധിയായ ആളുകൾക്ക് ഇവിടെയുള്ള വസതിയിലേക്ക് സഹായങ്ങളുമായി അപേക്ഷിച്ച് എത്തുന്നവർക്ക് ഒരു മന്ത്രി എന്ന ജനപ്രതിനിധി എന്നതിനപ്പുറം ഒരു മനുഷ്യൻ എന്ന രീതിയിൽ തന്നെ ഒരു അൻപുള്ള ഒരാൾ എന്ന രീതിയിൽ തന്നെ അദ്ദേഹം സഹായഹസ്തങ്ങൾ നീട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെയും അവരുമായുള്ളൊരു അടുപ്പമെല്ലാം തന്നെ വളരെ വിപുലമാണ്. ഈ സമയത്ത് നേരത്തെയും അദ്ദേഹത്തിന് വിവാദങ്ങളിൽ അദ്ദേഹം ഉഴലുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ഈ ചുറ്റുപാടുകളിലുമുള്ളവരിൽ അദ്ദേഹത്തിൻ്റെ ഒരു സഹായങ്ങളെല്ലാം നിർലോഭമായിട്ട് തന്നെ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയും ഈ വീട് പെരിയാറിൻ്റെ ഈ സമീപത്തുള്ള ഈ വീട്ടിലേക്ക് അന്വേഷിച്ചെത്തുന്നവരുടെ എണ്ണവും വളരെ കൂടുതലായിരുന്നു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ സഹായഹസ്തവും അദ്ദേഹത്തിൻ്റെ സഹായവും എല്ലാം തന്നെ പ്രതീക്ഷിച്ച് ഒട്ടനവധി പേരിലേക്ക് വരുന്ന കാര്യം പലരും ഇവിടെ അനുസ്മരിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. വീട്ടിൽ നിന്ന് ഭൗതിക ശരീരം ഇപ്പോൾ ആംബുലൻസിലേക്ക് നീക്കുന്നു. ഇവിടെ നിന്ന് ആലങ്ങാട് ജുമാ മസ്ജിദിലേക്കാണ് കൊണ്ടുപോകുന്നത്. സംസ്കാര ചടങ്ങുകൾ അവിടെയും ഒരു പൊതുദർശനത്തിനുള്ള ഒരു ക്രമീകരണങ്ങൾ അടക്കം അവിടെയും ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നേതാക്കളും അതോടൊപ്പം തന്നെ മറ്റ് പ്രവർത്തകരുമെല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹത്തിന് രോഗാവസ്ഥയിൽ തന്നെയായിരുന്നു. പലപ്പോഴും തീർത്തും പ്രതികൂലമായ സാഹചര്യങ്ങൾ രോഗാവസ്ഥയിലെല്ലാം തന്നെ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വരികയും ചെയ്തിരുന്നു. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായി തുടരുകയാണ്. പാർട്ടിയുടെ പല നിലകളിലുമെല്ലാം തന്നെ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. തീർത്തും സാധാരണ പ്രവർത്തകനായി MSF-ലൂടെ പ്രവർത്തനം തുടങ്ങി പിന്നീട് ലീഗിൻ്റെ തന്നെ വളരെ സുപ്രധാനമായ പദവികളിലേക്ക് എത്തുന്നു. നിയമസഭാ അംഗത്വമാകുന്നു, നിയമസഭാ സാമാജികനാകുന്നു, മന്ത്രിയാകുന്നു. അങ്ങനെ ഈ പ്രവർത്തിച്ച കാലയളവിലെല്ലാം തന്നെ വളരെ അടുത്ത ബന്ധം എല്ലാവരുമായിട്ട് തന്നെ മണ്ഡലത്തിനപ്പുറം അദ്ദേഹത്തിന് സ്ഥാപിക്കാനെല്ലാം തന്നെ സാധിക്കുകയും ചെയ്തിരുന്നു. അതെല്ലാം നമുക്ക് ഇവിടെ എത്തുമ്പോൾ ഈ വലിയ തിരക്കും കാര്യങ്ങളുമെല്ലാം തന്നെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. വളരെയധികം ആളുകൾ ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ വീട്ടിലെ പൊതുദർശനം അവസാനിച്ചിരിക്കുന്നു. വീട്ടിലെ പൊതുദർശനം പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ മൃതദേഹം ഞളകം ഇവിടെ ആലങ്ങാട് ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് ശേഷം മയ്യത്ത് നിസ്കാരത്തിന് ശേഷം അവിടെയും പൊതുദർശനത്തിന് വേണ്ടിയുള്ള ചെറിയ ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം അവിടെയും ഇതിനകം തന്നെ നിരവധി പേർ അവിടെ എത്തിയിട്ടുണ്ട്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാരം എന്നതും അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് ആംബുലൻസ് പുറപ്പെടുകയാണ്. വൈകാതെ ഇവിടെ സംസ്കാരം നടക്കുന്ന ആലങ്ങാട് ജുമാ മസ്ജിദിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഭവ്യ, എന്തായാലും മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ മൃതദേഹം വീട്ടിൽ നിന്ന് സംസ്കാര ചടങ്ങിനായി ആലങ്ങാട് ജുമാ മസ്ജിദിലോട്ട് കൊണ്ടുപോവുകയാണ്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഔദ്യോഗിക ബഹുമതിയോടുകൂടിയാണ് VK ഇബ്രാഹിം കുഞ്ഞിന് കേരളം വിട നൽകുക. തൃശൂർ ആടാട്ട് അമ്പലക്കാവിൽ അമ്മയും കുഞ്ഞും മരിച്ച നിലയിൽ. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ ആത്മഹത്യ ചെയ്തെന്നാണ് സംശയം. ആടാട്ട് സ്വദേശിയായ ശില്പ, മകൻ അക്ഷയജിത്ത് എന്നിവരാണ് മരിച്ചത്. വയനാട് പുൽപ്പള്ളിയിൽ ഉത്സവത്തിനിടെ ആനയിടഞ്ഞു. 2 പാപ്പാന്മാർക്ക് പരിക്ക്. സീതാദേവി ക്ഷേത്ര പട്ടണ പ്രദക്ഷിണത്തിന് ശേഷം ക്ഷേത്രവളപ്പിൽ വെച്ചാണ് ആനയിടഞ്ഞത്. പാപ്പാന്മാരായ ഉണ്ണി, രാഹുൽ എന്നിവരെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ജയരാജ് പത്തേരി വിവരങ്ങളുമായി ചേർന്നു. ജയരാജ്, വിവരങ്ങൾ. ഭവ്യ, വയനാട്ടിലെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രം. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് 10,000-ങ്ങളാണ് ഇവിടെ പങ്കെടുക്കുക. കുറച്ച് ദിവസങ്ങളായി ഉത്സവം ആരംഭിച്ചിട്ട് ഇന്നലെ ആറാട്ട് മഹോത്സവമായിരുന്നു. പട്ടണം ചുറ്റിയുള്ള പ്രദർശനത്തിന് ശേഷം ക്ഷേത്രവളത്തിൽ വെച്ചാണ് ആന ഇടഞ്ഞത്. കൊല്ലത്ത് നിന്ന് കൊണ്ടുവന്ന ശിവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. പട്ടണ പ്രദർശനത്തിന് ശേഷമായതുകൊണ്ട് തന്നെ വലിയ ദുരന്തമാണ് ഇവിടെ ഒഴിവായത്. എന്നാൽ പാപ്പാന്മാരായ ഉണ്ണി, രാഹുൽ എന്നിവർക്ക് പരിക്കേറ്റിരുന്നു. ഇവരെ വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് ആനയെ തളയ്ക്കാൻ ഉള്ള ശ്രമത്തിനിടയിലാണ് ഈ പാപ്പാന്മാർക്ക് പരിക്കേറ്റത്. രാത്രി 10 മണിയോടെ തന്നെ ആനയെ തളയ്ക്കുകയും ചെയ്തു. എന്തായാലും പുൽപ്പള്ളി സീതാദേവി ക്ഷേത്ര പട്ടണ പ്രദർശനത്തിന് ശേഷം ക്ഷേത്രവളത്തിൽ വെച്ചാണ് ആന ഇടഞ്ഞത്. പരിക്ക് ഗുരുതരമല്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. രാത്രി 10 മണിയോടെയാണ് സംഭവം. ഇന്ന് രാവിലെ 5 മണിയോടെ തന്നെ വാഹനത്തിൽ ആനയെ കൊല്ലത്തേക്ക് കൊണ്ടുപോയി എന്നാണ് ഇപ്പൊ നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയൊരു ദുരന്തം ആയിരുന്നു സംഭവിക്കേണ്ടിയിരുന്നെങ്കിലും അത് അല്ലാത്ത വിധത്തിലേക്ക് മാറി എന്നുള്ളത് മാത്രമാണ് ഒരാശ്വാസം. ഭവ്യ, ശരി. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന ഭീതി പടർത്തുന്നു. ഇടുക്കി പീരുമേട്ടിൽ ഏലപ്പാറ ടൗണിന് സമീപം എത്തിയ കാട്ടാനയാണ് നാട്ടുകാരിൽ ഭീതി ഉളവാക്കുന്നത്. ആനയെ തിരികെ കാട്ടിലേക്ക് വിടാൻ വനംവകുപ്പ് ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും വിഫലമാവുകയാണ്. ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങാതിരിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവുമായി പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. നാട്ടിലിറങ്ങിയ കാട്ടാന ഏലപ്പാറയിലും പരിസര പ്രദേശങ്ങളിലുമായി കറങ്ങി നടക്കുകയായിരുന്നു. ടൗണിന് സമീപം ശാന്തിനഗർ ഭാഗത്തെത്തിയ കാട്ടാനയെ കണ്ട് നാട്ടുകാർ ബഹളം വെച്ചതോടെ ആന സമീപത്തെ തേയിലത്തോട്ടത്തിലേക്ക് കയറി. പിന്നീട് ആന പുതുലയം ഭാഗത്തെത്തി. ഈ സമയം ഈ ഭാഗത്തുകൂടി ഓട്ടോറിക്ഷയിൽ വരികയായിരുന്ന യാത്രക്കാർ കാട്ടാനയെ കണ്ടതോടെ വാഹനത്തിൽ നിന്നും ഇറങ്ങിയോടി. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും പോലീസും വനംവകുപ്പും സ്ഥലത്തെത്തി. നിരവധി തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ പണിക്കിറങ്ങുന്നതും അധിവസിക്കുന്നതുമായ മേഖലയിലാണ് കാട്ടാന ഇറങ്ങിയിരിക്കുന്നത്. ആന ഞാൻ ഇറങ്ങി വീട്ടിൽ താഴെ ഇറങ്ങി പോകുമ്പോൾ ആന എൻ്റെ മുമ്പേ വന്ന് നിൽക്കുമായിരുന്നു. അതിന് മുന്നേ അവിടെ വാര അവിടെ വെട്ടി അവിടെ വലിച്ച് താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ കയ്യാലൊക്കെ പോയിട്ടുണ്ട്. അവിടെ അതിലേ കയറി ഇതിലേ വരുമ്പോഴാണ് ലയൻസിലടുത്ത് ഞാൻ ഇറങ്ങി ഈ പോസ്റ്റിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ആന നേരിട്ട് കണ്ടപ്പോഴാണ് ഇങ്ങോട്ട് ഓടി വരുമ്പോഴാണ് പിള്ളേരുടെ കഥവൊക്കെ തുറന്നല്ലേ കിടക്കുന്നത്. കഥവടയ്ക്കാനായിട്ട് എല്ലാവരും വിളിച്ച് പറയുകയും ചെയ്യും. ആദ്യമായാണ് ഇത്തരത്തിൽ ആന ഈ മേഖലയിലേക്ക് എത്തുന്നതെന്നും ഭയപ്പാടോടെയാണ് വീടുകളിൽ കഴിയുന്നതെന്നും നാട്ടുകാർ പറയുന്നു. ഞങ്ങൾ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ പണിക്കൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് പേടിയാ. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു നടപടിക്ക് എടുത്താന്ന് സാറേ. ഫോറസ്റ്റുകാർ വന്നെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടില്ല. താഴെ വന്നെന്ന് ഫോറസ്റ്റുകാരൊക്കെ വന്നെന്ന് പറഞ്ഞ്, പക്ഷെ ഞങ്ങൾ അവരെ കണ്ടില്ല. ഇവിടെയൊക്കെ റിപ്പോർട്ടെന്ന് പറഞ്ഞു. വനംവകുപ്പ് ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം വനാതിർത്തിയിലെ ഫെൻസിംഗ് നിർമ്മിക്കുവാനുള്ള തീരുമാനത്തിൽ വനംവകുപ്പ് വീഴ്ച വരുത്തുകയാണെന്ന് ആരോപണമുണ്ട്. കൃത്യമായ രീതിയിലുള്ള RRTയുടെ പരിശോധന ഇവിടെ കൃത്യമാക്കണം. അതേപോലെ തന്നെ കേന്ദ്ര ഫണ്ടിൽ നിന്നും MP ഉൾപ്പെടെയുള്ള ആൾക്കാർ ഫണ്ട് അനുവദിച്ചിട്ടും ഇതുവരെയായിട്ടും വനമേഖലാ കേന്ദ്രങ്ങളിൽ ഇതുവരെയായിട്ടും ഫെൻസിംഗ് പോലും നടത്താത്ത സാഹചര്യമാണ് ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇത്തരത്തിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഓഫീസ് ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികളുമായി പഞ്ചായത്ത് മുന്നോട്ട് പോകും. ആനയെ എത്രയും വേഗം കാട് കയറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രദേശത്ത് RRT ടീമിനെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വനംവകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് അകത്തെ തറയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി വളർത്തുനായയെ കടിച്ചുകൊന്നു. മൈത്രി നഗറിൽ രാധാകൃഷ്ണന്റെ വീട്ടിലാണ് പുലി എത്തിയത്. കഴിഞ്ഞ മാസമാണ് സംഭവം. നായയുടെ ശബ്ദം കേട്ട വീട്ടുകാർ പുറത്തിറങ്ങിയപ്പോൾ പുലിയെ കാണുകയായിരുന്നു. നായ പിടികൂടിയ പുലി പിന്നീട് ഓടിമറഞ്ഞു. നായയെ പിടികൂടിയ പുലി പിന്നീട് ഓടിമറയുകയായിരുന്നു. ഇടവേള.
നാലാമത് കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 13 വരെ നീണ്ടു നിൽക്കുന്ന മേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ സാഹിത്യകാരൻ NS മാധവൻ ഈ വർഷത്തെ നിയമസഭാ പുരസ്കാരം മുഖ്യമന്ത്രി സമ്മാനിക്കും. നിയമസഭയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് ചെറിയാൻ ഫിലിപ്പ്. ജയസാധ്യതയുള്ള സീറ്റ് നൽകാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാണെങ്കിലും സപ്തതി കഴിഞ്ഞതിനാൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ചെറിയാൻ ഫിലിപ്പ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശാന്തി കവാടത്തിലെ വൈദ്യുതി ശ്മശാനത്തിൽ എരിഞ്ഞടങ്ങുന്നതുവരെ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരിക്കും. രാഷ്ട്രീയ ചിന്താശേഷിയിലും ഓർമ്മശക്തിയിലും യുവത്വം നിലനിൽക്കുന്നതിനാൽ പാർട്ടി ഏൽപ്പിക്കുന്ന ഏതു ചുമതലയും ഉത്തരവാദിത്തത്തോടുകൂടി നിർവഹിക്കുമെന്നും ചെറിയാൻ ഫിലിപ്പ് പ്രതികരിച്ചു. JNUവിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമെതിരെ വിവാദ മുദ്രാവാക്യങ്ങൾ മുഴക്കിയ സംഭവത്തിൽ അന്വേഷണം തുടങ്ങി ഡൽഹി പോലീസ്. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കർശനമായ നടപടി സ്വീകരിക്കുമെന്നും സർവകലാശാലയെ വെറുപ്പിന്റെ പരീക്ഷണശാലയാക്കാൻ കഴിയില്ലെന്ന് JNU അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു വലിയ പ്രതിഷേധം JNU ക്യാമ്പസിൽ ഉണ്ടായത്. വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെയാണ് പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമെതിരെ അടക്കം വിവാദ മുദ്രാവാക്യങ്ങൾ മുഴക്കിയ സംഭവമുണ്ടായത്. ഇതിൽ എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കർശനമായ നടപടി സ്വീകരിക്കുമെന്നും സർവകലാശാലയെ വെറുപ്പിന്റെ പരീക്ഷണശാലയാക്കാൻ കഴിയില്ലെന്നുമാണ് JNU അധികൃതർ പുറത്തിറക്കിയ പത്രക്കുറിപ്പിലടക്കം പറയുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോഴും ക്യാമ്പസിൽ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. രാകേഷിന്റെ വിവരങ്ങളുമായി. രാകേഷ്, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ. ഭവ്യ, JNUവിൽ വീണ്ടും വിവാദത്തിന് തിരികൊളുത്തിരിക്കുകയാണ് വിദ്യാർത്ഥി പ്രതിഷേധം. കാരണം 5-ാം തീയതിയാണ് JNU-SUവിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. അത് 2020 വിദ്യാർത്ഥികൾക്ക് നേരെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥി യൂണിയൻ നേതാക്കൾക്കെതിരെ അന്നത്തെ പ്രസിഡന്റിനടക്കം നേരെ അതിക്രമം നടന്നിരുന്നു. ABVP ആയുള്ള സംഘർഷത്തിലാണ് അന്ന് ഐഷ ഘോഷ് അടക്കമുള്ള നേതാക്കൾക്ക് പരിക്ക് പറ്റിയിരുന്നത്. അതിൻ്റെ വാർഷികം എന്ന നിലയ്ക്കാണ് ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. സബർമതി ഹോസ്റ്റലിന് മുന്നിൽ വെച്ചായിരുന്നു. രാത്രി 10 മണിയോടുകൂടിയാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഏതാണ്ട് 30 മുതൽ 35 വരെ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അതിൽ ഐസ പ്രവർത്തകരുണ്ടായിരുന്നു, SFI പ്രവർത്തകരുണ്ടായിരുന്നു, DSF പ്രവർത്തകരുണ്ടായിരുന്നു. JNU സർവകലാശാല തന്നെ ഇപ്പോൾ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്ന കാര്യം, ഈ സമരത്തിൻ്റെ സ്വഭാവം പിന്നീട് മാറുകയായിരുന്നു. പ്രത്യേകിച്ച് ആ ദിവസം എന്ന് പറയുന്നത് ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ മുൻ വിദ്യാർത്ഥി കൂടിയായ ഉമർ ഖാലിദിനെ ജാമ്യാപേക്ഷ തള്ളിയ ദിവസമായിരുന്നു. അപ്പോൾ ആ പ്രതിഷേധത്തിൻ്റെ സമരം മാറി പിന്നീട് സുപ്രീം കോടതി അടക്കം വിമർശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നാണ് JNUവിൻ്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. മാത്രവുമല്ല, സർവകലാശാല എന്ന് പറയുന്നത് നവീകരണത്തിൻ്റെ അടക്കം അത്തരം ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നതാണ്. മറിച്ച് വിദ്വേഷത്തിൻ്റെ പ്രചാരണം അത് നടത്താൻ അനുവദിക്കില്ല എന്നാണ് ഈ സംഭവത്തിന് ശേഷം ഇപ്പോൾ സർവകലാശാല വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കും, അവരെ സസ്പെൻഡ് ചെയ്യും, ഡീബാർ ചെയ്യാനുള്ള നടപടികളടക്കം ആലോചിക്കും എന്നുകൂടി ഇപ്പോൾ സർവകലാശാല അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വിദ്യാർത്ഥി യൂണിയൻ നേതാക്കളുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന ഇതിന് പിന്നിലില്ല, മറിച്ച് നേരത്തെ നിശ്ചയിച്ചതുപോലുള്ളൊരു സമരപരിപാടിയായിരുന്നു. അത് 2020 നടന്ന അതിക്രമത്തെ അപലപിച്ചുകൊണ്ട് അതിൻ്റെ വാർഷികം എന്ന നിലയ്ക്കാണ് ഈ സമരം നടത്തിയത്. കാരണം അന്ന് പല നേതാക്കളും, ABVPയുടെ അടക്കം പല നേതാക്കളും ഈ അതിക്രമത്തിൽ നേരിട്ട് പങ്കെടുത്തതാണ്. അവരെ ഒന്നും തന്നെ ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഈ സമരം സംഘടിപ്പിച്ചത്. മാത്രവുമല്ല, ഏതായാലും BJPയും ABVPയും ഒക്കെ തന്നെ വലിയ തോതിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമെതിരെയാണ് പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഗൂഢാലോചന ഉണ്ട് എന്ന ആരോപണം BJPയും ABVPയും ഉന്നയിച്ചു കഴിഞ്ഞു. വിവിധ ഹിന്ദു സംഘടനാ നേതാക്കളും ഏതായാലും JNUവിലെ വിദ്യാർത്ഥി യൂണിയൻ നേതാക്കൾക്കെതിരെ ഇപ്പോൾ പ്രതിഷേധവുമായും പോലീസിന് മുമ്പാകെ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പോലീസ് ആകട്ടെ ഇതിൽ അന്വേഷണം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സർവകലാശാല ഇതിനോടകം തന്നെ FIR രജിസ്റ്റർ ചെയ്യുന്ന അടക്കമുള്ള നടപടികൾ, അത്തരം പരാതിയൊക്കെ തന്നെ നൽകുകയും ചെയ്ത സാഹചര്യത്തിൽ. ഭവ്യ, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യയിലെ ഏറ്റവും ശുചിത്വമേറിയ നഗരത്തിന് എന്താണ് സംഭവിച്ചത്? 2016 രാജ്യത്ത് ശുചിത്വ നഗരങ്ങളുടെ സർവേ ആരംഭിച്ചത് മുതൽ ശുചിത്വ നഗരമെന്ന ഖ്യാതി നേടിയ മധ്യപ്രദേശിലെ ഇൻഡോറിൽ മലിനജലം കുടിച്ചു മരിച്ചത് നിരവധി പേരാണ്. ഇതോടെ ഇൻഡോറിന്റെ വൃത്തി ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും ശുചിത്വമേറിയ നഗരം 2016 രാജ്യത്ത് ശുചിത്വ നഗരങ്ങളുടെ സർവേ ആരംഭിച്ചതു മുതൽ
ആ ഖ്യാതി മധ്യപ്രദേശിലെ ഇൻഡോറിനാണ്. ഇപ്പോഴിതാ മലിനജലം കുടിച്ച് നിരവധി പേർ മരിച്ചതോടെ ഇൻഡോറിന്റെ വൃത്തി ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നു. 2024 ഡിസംബർ 21 അണുബാധ ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ഭഗീരഥപുരിയിലെ ഒട്ടേറെ പേർക്ക് വയറിളക്കവും ഛർദിയുമുണ്ടായി. ഡിസംബർ 30 രോഗബാധയെ തുടർന്നുള്ള ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത്. ജലജന്യ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണ ആദ്യം പരിശോധിക്കപ്പെടേണ്ടത് കുടിവെള്ളം ആണ്. എന്നാൽ അത്തരത്തിൽ ഒരു പരിശോധനയ്ക്ക് അധികൃതർ ആ സമയത്ത് തയ്യാറായില്ല എന്നതാണ് ആക്ഷേപം. അതുകൊണ്ടാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചത് എന്നാണ് വിമർശനം. പിന്നീട് നടന്ന പരിശോധനയിൽ ചോർച്ചയും ശുചിമുറി മാലിന്യം വെള്ളത്തിൽ കലർന്നതും കണ്ടെത്തി. നർമ്മദാ നദിയിലെ വെള്ളം ശുദ്ധീകരിച്ചാണ് ഇൻഡോർ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് കുടിവെള്ളമായി ഉപയോഗിക്കുന്നത്. നദിയിൽ നിന്ന് വിവിധ ഘട്ടങ്ങളിലായി പമ്പ് ചെയ്ത 534 മീറ്റർ ഉയരത്തിലുള്ള ടാങ്കികളിലേക്ക് ആദ്യം എത്തിക്കും. പിന്നീട് ആ വെള്ളം 70 കിലോമീറ്റർ ദൂരത്തേക്ക് വലിയ പൈപ്പുകളിലൂടെ ആണ് എത്തിക്കുന്നത്. പ്രധാന പൈപ്പ് ലൈനിൽ നിന്ന് ചെറു പൈപ്പുകളിലൂടെ ഇൻഡോർ നഗരത്തിലെ ഓരോ പ്രദേശത്തേക്കും വെള്ളം എത്തിക്കും. പ്രതിദിനം 300 ദശലക്ഷം ലിറ്ററിലേറെ വെള്ളം ഇത്തരത്തിൽ നർമ്മദാ നദിയിൽ നിന്ന് ഇൻഡോർ നഗരത്തിലേക്ക് മാത്രം എത്തുന്നതായാണ് കണക്കുകൾ. വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച പൈപ്പ് ലൈനുകൾ ആണ് ഈ ജലവിതരണത്തിനായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൈപ്പ് ലൈനുകളിൽ ചോർച്ചയുണ്ടാകാനും മലിനജലം കലരുന്നതിനുമുള്ള സാധ്യതയേറെയെന്ന് നാട്ടുകാർ പറയുന്നു. പൈപ്പ് വഴി ലഭ്യമാകുന്ന വെള്ളത്തിന്റെ നിറം നേരത്തെ തന്നെ വ്യത്യാസപ്പെട്ടിരുന്നു. വെള്ളത്തിന് രൂക്ഷമായ ദുർഗന്ധവും ഉണ്ടായിരുന്നു. ഈ പരാതികൾ എന്നാൽ അധികൃതർ മുഖവിലക്കെടുത്തില്ല എന്നും വിമർശനമുണ്ട്. ഇൻഡോർ കോർപ്പറേഷന്റെ ചുമതലയിൽ ആണ് ശുദ്ധജല വിതരണവും സേവേജ് മാലിന്യ സംസ്കരണവും നടക്കുന്നത്. പലയിടങ്ങളിലും 2 പൈപ്പുകളും ഒരുമിച്ചാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ചോർച്ചയുണ്ടാകാനും മാലിന്യം ഇടകലരാനുമുള്ള സാധ്യത ഏറെയെന്ന് അധികൃതർക്ക് അറിയാവുന്നതേയുള്ളൂ. മുഴുവൻ ശുചിമുറി മാലിന്യവും മലിനജലവും സംസ്കരിച്ച ശേഷം മാത്രം പുറത്തേക്ക് വിടുന്ന സംവിധാനമാണ് നഗരത്തിൽ ഉള്ളത്. 3000 കിലോമീറ്ററിൽ അധികം നീളം ഉള്ളതാണ് ഇൻഡോറിലെ ഈ സീവേജ് പൈപ്പുകളുടെ ശൃംഖല എന്നത്. പ്രതിദിനം 412 ദശലക്ഷം ലിറ്റർ ശുദ്ധീകരണ ശേഷിയുള്ള 10 ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റുകളാണ് ഇൻഡോറിൽ പ്രവർത്തിക്കുന്നത്. ശുദ്ധീകരിച്ച വെള്ളത്തിന്റെ ഏതാണ്ട് 30% ഇൻഡോർ കോർപ്പറേഷന്റെ പൂന്തോട്ടം നനയ്ക്കുന്നതിനും മറ്റ് കാർഷിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കും. ബാക്കി വരുന്ന 70% വെള്ളം ശുദ്ധീകരിച്ച ശേഷം കൻഹാ നദിയിലേക്ക് തുറന്നുവിടുകയാണ് ചെയ്യുന്നത്. അതേസമയം ഈ ശുദ്ധീകരണത്തെ തുടർന്ന് ഉണ്ടാകുന്ന അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് വളം നിർമ്മിക്കുകയും ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയുടെ ഭാഗമായി 1000 കോടിയിലധികം രൂപയുടെ പദ്ധതികൾ ആണ് ഇൻഡോറിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നർമ്മദാ നദിയിൽ നിന്ന് കൂടുതൽ വെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതികളും സംസ്കരണ പ്ലാന്റുകൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതികളും പൈപ്പ് ലൈനുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതികളുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. വൃത്തിയിലും വെടുപ്പിലും മുന്നിൽ എങ്കിലും വിഷജലം കുടിച്ചുള്ള പ്രദേശവാസികളുടെ മരണം രാജ്യത്തിന് തന്നെ നാണക്കേടായി മാറിയിരിക്കുകയാണ്. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള അന്തരീക്ഷം ഇതുവരെ ബംഗ്ലാദേശിലായിട്ടില്ലെന്ന് ജമാഅത്തെ ഇസ്ലാമി. ധാക്കയിൽ നടന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സെൻട്രൽ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ ഉന്നതതല യോഗത്തിലാണ് നിലപാട് വ്യക്തമാക്കിയത്. ഡോക്ടർ ഷഫീഖുർ റഹ്മാന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിന് ശേഷം പുറത്തിറക്കിയ പ്രസ്താവന വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ കാലാവസ്ഥ കൗൺസിൽ അവലോകനം ചെയ്തതായി വ്യക്തമാക്കി. ചുട്ടുനീറുകയാണ് ബംഗ്ലാദേശ്. രാജ്യത്തെ ന്യൂനപക്ഷമായ ഹിന്ദു സമുദായത്തിനെതിരായ അതിക്രമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടത് 5 പേരാണ്. സ്ത്രീകൾക്കെതിരായ ക്രൂരകൃത്യങ്ങളും അവിടെ തുടരുകയാണ്. നമസ്കാരം. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കെതിരെയുള്ള അതിക്രമം വർദ്ധിച്ചു വരികയാണ്. ജന്നൈദ ജില്ലയിൽ ഒരു ഹിന്ദു സ്ത്രീയെ 2 പുരുഷന്മാർ ബലാത്സംഗം ചെയ്യുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് ചോദ്യം ചെയ്ത് നിലവിളിച്ചപ്പോൾ
മരത്തിൽ കെട്ടിയിടുകയും മുടി മുറിക്കുകയും ചെയ്തു. ഈ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. സ്ത്രീ ബോധരഹിതയായതിനെ തുടർന്ന് പ്രദേശവാസികൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് ഇക്കാര്യങ്ങൾ പുറം ലോകം അറിഞ്ഞത്. അതിന് പിന്നാലെ നാർസിംഗ്ഡി ജില്ലയിൽ മോണി ചക്രവർത്തി എന്ന യുവാവിനെ മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ട് ആൾക്കൂട്ടം അതിക്രൂരമായി ആക്രമിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഇയാൾ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. മോനി ചക്രവർത്തി കൊല്ലപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് നരയിൽ ആസ്ഥാനമായുള്ള ദിനപത്രത്തിന്റെ ആക്ടിംഗ് എഡിറ്ററും ജിഷോർ ജില്ലയിലെ ഫാക്ടറി ഉടമയുമായ റാണ പ്രതാപിനെ ഒരു കൂട്ടം ആളുകൾ വെടിവെച്ച് കൊലപ്പെടുത്തി. കേശബ്പൂർ ജില്ലയിലെ ഒരു സ്കൂൾ അധ്യാപകന്റെ മകനായ പ്രതാപ് കോപ്പായിലെ ബസാറിൽ 2 വർഷമായി ഐസ് ഫാക്ടറി നടത്തി വരികയായിരുന്നു. ചിലർ അദ്ദേഹത്തെ ഐസ് ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് വിളിച്ചു വരുത്തുകയും ഇടവഴിയിലേക്ക് കൊണ്ടുപോയി വെടിവെക്കുകയുമായിരുന്നു. അതിനുശേഷം കഴുത്തറുത്തു എന്നും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ഡിസംബർ 31-ന് ബോകൻ ചന്ദ്രദാസ് എന്ന യുവാവ് ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയായി. ധാക്കയിൽ നിന്ന് 150 കിലോമീറ്റർ അകലെയുള്ള ഗ്രാമത്തിൽ മരുന്നുകടയും മൊബൈൽ ബാങ്കിംഗ് ബിസിനസ്സും നടത്തുന്ന ആളായിരുന്നു ഖോകൻ ദാസ്. കടയടച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് ആക്രമണം ഉണ്ടായത്. അക്രമികൾ ഗുരുതരമായി കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം തീ കൊളുത്തുകയായിരുന്നു. തലയിലും മുഖത്തും വ്യാപിച്ച ആ തീ അണയ്ക്കുന്നതിനായി ഖോകൻദാസ് തൊട്ടടുത്തുള്ള കുളത്തിലേക്ക് ചാടി. ബഹളം കേട്ടെത്തിയ സമീപവാസികൾ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു. ധാക്കയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഖോകൻദാസ് മരണപ്പെട്ടത്. കഴിഞ്ഞ മാസം തന്നെ ദീപു ചന്ദ്രദാസ് എന്ന യുവാവും ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയായി മരണപ്പെട്ടു. മെമൻ സിംഗിലെ ഫലൂക്കയിൽ തുണി നിർമ്മാണശാല ജീവനക്കാരൻ ആയിരുന്നു ഇയാൾ. മതനിന്ദ ആരോപിച്ച് ഫാക്ടറിക്ക് പുറത്തുവെച്ച് ആൾക്കൂട്ടം ഇയാളെ അടിക്കുകയും പിന്നീട് മരത്തിൽ കെട്ടിത്തൂക്കി തീ കൊളുത്തുകയുമായിരുന്നു. ബംഗ്ലാദേശ് വിദ്യാർത്ഥി നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തെ തുടർന്നുണ്ടായ ആൾക്കൂട്ട ആക്രമണങ്ങൾക്കിടെയാണ് ദീപു കൊല്ലപ്പെട്ടത്. ഇതെല്ലാം പുറത്തുവന്ന കണക്കുകളാണ്. പുറത്തുവരാത്ത നിരവധി ആക്രമണങ്ങൾ വേറെയും ഉണ്ടാകാം. ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ച് കൊല്ലുമ്പോഴും ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നതാണ് വസ്തുത. ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ച് മുഹമ്മദ് യൂനിസ് നയിക്കുന്ന ഇടക്കാല സർക്കാർ വന്നതോടെ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ ബംഗ്ലാദേശിൽ തുടരുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഇറാനിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ 35ഓളം പേർ മരിച്ചതായി കണക്കുകൾ. 1200-ലധികം പേരെ അധികൃതർ കസ്റ്റഡിയിലെടുത്തതായി വിദേശത്തുള്ള ആക്ടിവിസ്റ്റുകൾ. ഇറാനിൽ ഇന്നലെയും പ്രതിഷേധക്കാരും സുരക്ഷാ സേനയും ഏറ്റുമുട്ടി. MG മിഥുൻ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, ഈ അമേരിക്കയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഇറാനാണോ ട്രംപിന്റെ വിരൽ ചൂണ്ടുന്നത് ഇറാനിലേക്കോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ തന്നെ അയത്തുള്ള അലി ഖമനേയി ഇതിനിയും ഈ പ്രക്ഷോഭം തുടരുകയാണെങ്കിൽ രാജ്യം വിട്ടേക്കാമെന്നുള്ള സൂചനകൾ കൂടി റിപ്പോർട്ടുകൾ കൂടി വരുന്നു. ഇറാൻ എംബസി അത് തള്ളുന്നെങ്കിൽ കൂടി എന്താണ് നിലവിലെ സാഹചര്യം? വിവരങ്ങൾ. നിലവിൽ ഏറ്റവും ഒടുവിൽ ഭവ്യ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇത്തരത്തിൽ ട്രംപ് ഒരു അതായത് അവിടെ ഒരു അട്ടിമറി, ഈ ഭരണത്തിൽ ഒരു അട്ടിമറി പ്രതീക്ഷിക്കുന്നതായി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇറാനിൽ തുടരുന്ന ഈ പ്രതിസന്ധി അത് അയവില്ലാതെ വളരെ രൂക്ഷമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം, ഓരോ ദിവസവും അതിൻ്റെ ആക്രമണത്തിൻ്റെ തോത്, പ്രക്ഷോഭത്തിൻ്റെ തോത്, പ്രതിഷേധത്തിൻ്റെ തോത് അത് കൂടുതൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു സമാധാനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും തന്നെ അത് ബലവത്താകുന്നില്ല, അതൊരു ശാശ്വത പരിഹാരത്തിലേക്ക് എത്തിക്കാനാകുന്നില്ല എന്നുള്ളതാണ് വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി എന്ത് നടപടിയായിരിക്കാം ഇറാൻ ഭരണകൂടം മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മൂല്യത്തകർച്ചയാണ് ഇത്തരത്തിൽ ഇറാൻ കറൻസിക്ക് മേലുണ്ടായിരിക്കുന്നത്. അത് പരിഹരിച്ച് മുന്നോട്ട് വരിക എന്നുള്ള വലിയ വെല്ലുവിളി ഇറാൻ ഭരണകൂടത്തിനെ സംബന്ധിച്ചുണ്ടോ. ഒപ്പം തന്നെ ഈ ജനങ്ങൾക്ക് ഖമനേയി ഭരണകൂടത്തിന് എതിരായിട്ടുള്ള ഈ ഒരു
നിലപാട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രതികരണങ്ങൾ അതൊക്കെ വീണ്ടും ആർജിച്ച് അവരെ വീണ്ടും തിരികെ സമാധാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അതെങ്ങനെയായിരിക്കാം എന്നുള്ള രീതിയിലുള്ള ചില തിരക്കിട്ട ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും ഇതുവരെയും ഈ പ്രക്ഷോഭകാരികളുമായി ഒരു കൂടിയാലോചനകൾ നടത്താനോ അല്ലെങ്കിൽ ഒരു സമവായ ചർച്ച നടത്താനോ ഇതുവരെയും ആയിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രശ്നം അതിരൂക്ഷമായി മുന്നോട്ട് പോകാനുള്ള കാരണമായി കണക്കാക്കുന്നത്. അതായത് അവിടെ 31 പ്രവിശ്യകളാണ് ഇറാനിലുള്ളത്. അതിൽ 27ഇടത്തും വലിയ രൂക്ഷമായിട്ടുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. പ്രതിഷേധക്കാരും സൈന്യവുമായി ഏറ്റുമുട്ടൽ അതിരൂക്ഷമായി തുടർന്നു കൊണ്ടുപോകുന്ന സാഹചര്യം. 35 പേർ ഇതിനോടകം കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവരുന്നു. ഒപ്പം തന്നെ നിരവധി പേർക്ക് പരിക്കേൽക്കുന്നു, നിരവധി പേരെ കരുതൽ തടങ്കലിലേക്ക് മാറ്റുന്നു, നിരവധി പേർ അറസ്റ്റിലാകുന്ന സ്ഥിതിവിശേഷം. അങ്ങനെ ഇറാനെ സംബന്ധിച്ച് സമീപകാലത്ത് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ പ്രതിസന്ധി ഇറാൻ നേരിടുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ അമേരിക്കയുടെ ഒരു ഭീഷണി വരുന്നത്. അമേരിക്കയുടെ ആ ഭീഷണി മറികടക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള വിലയിരുത്തലുകളും ഒപ്പം തന്നെ അതിൻ്റെ കണക്കുകൂട്ടലും ഒക്കെയായി ഖമനേയി ഭരണകൂടം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അതിനിടയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഖമനേയി നാട് വിടുന്നു, അതായത് ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണം എന്നുള്ള ഒരു നിർദ്ദേശം, അങ്ങനെയുള്ള ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. ആ അഭ്യൂഹങ്ങളൊക്കെ ഇപ്പോൾ തള്ളി ഇറാൻ ഭരണകൂടം തന്നെ രംഗത്ത് വരികയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് വെനസ്വേലയിൽ ഉണ്ടായിട്ടുള്ള അട്ടിമറി പോലെ ഇറാനിൽ ഇപ്പോഴൊരു അട്ടിമറി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സൈനിക നീക്കം യുഎസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ ഉടനടി ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമായാണ് അവർ കണക്കാക്കുന്നത്. അപ്പോൾ തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഖമനേയി ഈ നാട് വിട്ട് പോയാൽ അത് ഒരു അട്ടിമറിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യും. ഭരണകൂടത്തെ മാറ്റിമറിക്കാനുള്ള ഒരു ശ്രമത്തിന് അത് വഴി തുറന്നെടുക്കുകയും ചെയ്യുമെന്നുള്ള ഒരു വിലയിരുത്തൽ ഇറാൻ ഭരണകൂടത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇനി അങ്ങനെയുള്ള ഒരു നീക്കം ഇപ്പോൾ വേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ വലിയ ആശങ്കാജനകമായിട്ടുള്ള സ്ഥിതിവിശേഷത്തിലൂടെയാണ് ഇപ്പോൾ ഇറാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും എന്തായാലും ട്രംപിന് മുൻപിൽ മഡ്യൂറോയുടെ അതേ വിധി തന്നെ ആയിരിക്കുമോ ഖമനേയിക്ക് എന്ന് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ലോകം ട്രംപിന്റെ നീക്കങ്ങളെ അടുത്ത നീക്കത്തിലേക്ക് ആശങ്കയോട് കൂടി തന്നെ അത് നോക്കി കാണുകയാണ്. എന്തായാലും നിലവിലുള്ള പ്രക്ഷോഭം ശക്തിയാർജിക്കുകയും അമേരിക്ക ഇടപെടുകയും ചെയ്യുകയാണെങ്കിൽ ഇറാൻ ഭരണകൂടത്തിന്റെ ഭാവി എന്താകും എന്ന് തന്നെയാണ് ലോകം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. MG മിഥുനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. നിക്കോളാസ് മഡുറോയെ അമേരിക്ക തട്ടിക്കൊണ്ടുപോയതിനെ തുടർന്ന് വെനിസുലയിൽ ഉത്കണ്ഠ തുടരുകയാണ്. സുരക്ഷാ സേന തെരുവുകളിൽ പെട്രോളിംഗ് തുടരുന്നു. കാരക്കാസിൽ വെടിയൊച്ചകൾ കേട്ടതായി റിപ്പോർട്ടുകളുണ്ട്. മഡ്യൂറോയുടെ അറസ്റ്റിനെ മാനവികതയ്ക്കും സ്വാതന്ത്ര്യത്തിനും മനുഷ്യാഭിമാനത്തിനും വേണ്ടിയുള്ള ഒരു വലിയ ചുവടുവയ്പ് എന്ന് വിശേഷിപ്പിച്ച് പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോ എല്ലാ രാഷ്ട്രീയ തടവുകാരെയും മോചിപ്പിക്കണമെന്നും പ്രതിപക്ഷ പാർട്ടിയായ വെൻഡെ വെനിസുല. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതുക്കിയ താൽപര്യത്തിനെതിരെ യൂറോപ്യൻ നേതാക്കൾ ആർട്ടിക് ദ്വീപിന്റെ ഭാവി ഗ്രീൻലാൻഡിനും ഡെൻമാർക്കിനും മാത്രമേ തീരുമാനിക്കാൻ കഴിയൂ എന്നും ബാഹ്യ ഇടപെടലുകൾ നിരസിക്കുന്നുവെന്നും നേതാക്കൾ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. MG മിഥുൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ നോക്കുകുത്തിയാക്കിയുള്ള ട്രംപിന്റെ നീക്കങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇനി അടുത്ത ലക്ഷ്യം ഗ്രീൻലാൻഡും. ഏറെ വർഷക്കാലത്തെ ഈ ഒരു ചിരകാല സ്വപ്നമാണ് US സംബന്ധിച്ച് ഗ്രീൻലാൻഡ് സ്വന്തമാക്കുക എന്നുള്ളതാണ്. ഹാരി ട്രൂമാൻ 1946 ഹാരി ട്രൂമാൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിലാണ് ആദ്യം ഇത്തരത്തിലുള്ളൊരു കാര്യം വിഭാവനം ചെയ്യുന്നത്, അതിൻ്റെ ചർച്ചകളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ വർഷങ്ങൾക്ക് ശേഷമാണ് പുറത്തു വരികയും ചെയ്തത്. ഇങ്ങനെ ഒരു ഗ്രീൻലാൻഡിനെ ലക്ഷ്യമാക്കി അമേരിക്ക ഒരു നീക്കം നടത്തുന്നുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ ഏകദേശം 50 വർഷത്തിന് ശേഷമാണ് പുറത്തു വരികയും ചെയ്തത്. പിന്നീട് ഏറ്റവും ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കം വീണ്ടും സമൂഹ മാധ്യമങ്ങളിലൊക്കെ വീണ്ടും നിറഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വാർത്ത കൂടുതൽ ശക്തി ആർജിക്കുകയും ചെയ്തത്. പക്ഷേ അപ്പോഴെല്ലാം തന്നെ ഡെൻമാർക്ക് കൃത്യമായി അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഒരു തരത്തിലും തങ്ങൾ ഗ്രീൻലാൻഡ് വിട്ടു നൽകില്ല. ഗ്രീൻലാൻഡിനെ സംബന്ധിച്ച് അവിടുത്തെ ധാതു വിഭവങ്ങൾ തന്നെയാണ് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മറ്റൊന്ന് റഷ്യയും ചൈനയുടെയും അവിടുത്തെ സ്വാധീനം ഇല്ലാതാക്കുക, അതിൽ കൂടുതൽ മേൽക്കൈ നേടുക എന്നുള്ള പ്രധാനപ്പെട്ട 2 ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇങ്ങനെ ഒരു നീക്കം കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ട് പ്രകാരം വൈറ്റ് ഹൗസ് ഇറക്കിയ പ്രസ്താവന അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് ഒരു സൈനിക നടപടിയിലേക്ക് ഉള്ള ആലോചനകൾ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ള രീതിയിലുള്ള ചില പ്രസ്താവനകൾ വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ച
പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും അത് ഒരു ഘട്ടത്തിലും നമുക്ക് തള്ളിക്കളയാനാകില്ല. വെനസ്വേലയിലുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ അതേ രീതിയിൽ ഗ്രീൻലാൻഡിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചാൽ അതൊരു തരത്തിലും നമുക്ക് ലോകരാജ്യങ്ങൾ അതിനെ അപലപിച്ച് രംഗത്ത് വന്നാൽ പോലും തന്നെ ഇപ്പോഴും ഡെൻമാർക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ ഇതിനെതിരെ രംഗത്തുണ്ട് എങ്കിൽ പോലും തന്നെ അങ്ങനെ ഒരു നടപടി അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ പോലും സംശയിക്കേണ്ടതില്ല. ആ രീതിയിലുള്ള നടപടികളിലേക്ക് ഒരു പക്ഷേ അമേരിക്ക കടന്നേക്കാം എന്നുള്ള വ്യക്തമായ സൂചനകൾ കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് വളരെ അത്യാധുനിക സംവിധാനങ്ങൾക്കൊക്കെ വേണ്ട റെയർ എർത്ത് മിനറൽസ് എന്ന ധാതു വിഭവങ്ങൾ അത് കൂടുതൽ ഈ ഒരു ഗ്രീൻലാൻഡിലുണ്ട് എന്നുള്ളതാണ്. ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദ്വീപുകളിലൊന്നാണ്, ഏറ്റവും വലിയ ദ്വീപുകളിലൊന്നാണ് ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത്. ഗ്രീൻലാൻഡ് പേരുണ്ട് എങ്കിൽ പോലും തന്നെ 80% പൂർണ്ണമായും ഐസുകൾ ചുറ്റപ്പെട്ട ഒരു ഭൂപ്രകൃതിയുള്ള ഒരു ദ്വീപ് രാഷ്ട്രമാണ് ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റ് സൈനിക തലത്തിലുമുള്ള ഒക്കെയുള്ള സ്വാധീനമൊക്കെ ഡെൻമാർക്കിലാണ് എങ്കിൽ പോലും തന്നെ അതൊരു സ്വതന്ത്ര ദ്വീപ് രാഷ്ട്രമായി 2009 മാറുകയും ചെയ്ത് അതിനുശേഷം അവിടുത്തെ മറ്റു കാര്യങ്ങളൊക്കെ അവിടുത്തെ ആളുകൾ തന്നെയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു നടപടിയെ എന്തായാലും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിവിധ രാജ്യങ്ങൾ രംഗത്ത് വരുന്നുണ്ട്. ഇനി എന്തായിരിക്കും ട്രംപിന്റെ നീക്കം, എന്താണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്? ഒരു സൈനിക അട്ടിമറിയിലൂടെ, ഒരു സൈനിക നടപടിയിലൂടെ ഗ്രീൻലാൻഡ് സ്വന്തമാക്കാൻ ഉള്ള ചിരകാല സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കി എടുക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഭവ്യ, MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ഒരിടവേള. മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഏറ്റവും വലിയ തിരക്കാണ് ശബരിമലയിൽ. 1,13,168 പേരാണ് ഇന്നലെ ദർശനം നടത്തിയത്. തിരക്കിനെ തുടർന്ന് പമ്പയിലും എരുമേലിയിലും നിയന്ത്രണം ഏർപ്പെടുത്തി. കഴിഞ്ഞ 5 ദിവസത്തിനിടയിൽ 5 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഇതുവരെയുണ്ടായതിൽ ഏറ്റവും വലിയ തിരക്കാണ് ഇന്നലെ അനുഭവപ്പെട്ടത്. 1,13,168 പേരാണ് ഇന്നലെ ദർശനത്തിനായി സന്നിധാനത്തെത്തിയതെന്നാണ് പോലീസിന്റെ കണക്ക്. ഇന്നലെ വലിയ തിരക്കായിരുന്നു രാത്രിയിൽ അനുഭവപ്പെട്ടത്. എരുമേലിയിലും നിലയ്ക്കലും വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു, പമ്പയിൽ നിന്നും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്ന് രാവിലത്തെ സാഹചര്യം അല്പം വ്യത്യസ്തമാണ്. ഇവിടെ തിരക്ക് നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പമ്പയിൽ നിന്ന് നിശ്ചിത ഇടവേളകളിലാണ് തീർത്ഥാടകരെ കയറ്റിവിടുന്നത്. പക്ഷേ ഇവിടെയും കാര്യമായ ബുദ്ധിമുട്ടുകളില്ല. ശബരിപീഠം മുതൽ പക്ഷേ ഇവിടെ ക്യൂ ആരംഭിക്കുന്നുണ്ട്. ശബരിപീഠം മുതൽ കൃത്യമായ ഇടവേളകളിലാണ് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നത്. ഇന്നലത്തെ അത്ര തിരക്കില്ലെങ്കിലും 7-8 മണിക്കൂറൊക്കെ കാത്തു നിൽക്കേണ്ട സാഹചര്യം തന്നെയാണ് നിലവിൽ ഇപ്പോഴുള്ളത്. ഇന്നലെ തിരക്ക് നിയന്ത്രണാതീതമാവുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായി പോലീസ് പറയുന്നത് സന്നിധാനത്തെത്തിയ തീർത്ഥാടകർ ഇവിടെ തന്നെ തമ്പടിച്ച് തുടർന്ന് പല തവണ ഇവിടെ ദർശനത്തിനായി സിവിൽ ദർശനത്തിനായി പല തവണ കാത്തു നിന്നു എന്നുള്ളതാണ്. അത് 18-ാം പടി വഴി തീർത്ഥാടകരെ കയറ്റിവിടുന്നതിനും ആ ഒരു തിരക്ക് ബാധിച്ചു. സ്വാഭാവികമായിട്ടും ഇത്രയും ദൂരെ നിന്ന് വരുന്ന തീർത്ഥാടകർ പലതവണ കാണാൻ ദർശനത്തിന് ശ്രമിക്കുമെന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ അത് കൂടുതൽ പേർ ഇതേപോലെ തന്നെ ഒരുപാട് തവണ ദർശനത്തിനായി വരി നിൽക്കുകയും തിരക്ക് കൂട്ടുകയും ചെയ്തതോടെ ആ തിരക്ക് നിയന്ത്രണാതീതമാവുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനൊപ്പം തന്നെ പല വഴികളിലൂടെ തീർത്ഥാടകർ സാധാരണ ഈ പമ്പയിൽ നിന്നും അതുപോലെ മരക്കൂട്ടത്തുമൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടേക്ക് പല വഴികളിലെ കാട്ടുവഴികളിലേക്ക് എത്തി ആ വരികളിൽ എത്തിച്ചേർന്നതും തിരക്ക് കൂട്ടാനുള്ളൊരു കാരണമായിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. എന്നാണെങ്കിലും രാവിലത്തെ സാഹചര്യങ്ങൾ അല്പം വ്യത്യസ്തമാണ്. രാവിലെ ഇന്നലത്തെ അത്ര തിരക്കില്ല, പക്ഷേ ഇപ്പോഴും 7-8 മണിക്കൂറൊക്കെ കാത്തു നിൽക്കേണ്ട സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇന്നലത്തെ പോലത്തെ ഒരു തിരക്ക് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നിയന്ത്രണങ്ങളും അതിനുവേണ്ട മുൻകരുതലുകളും പോലീസിന്റെ ഭാഗത്തുനിന്നും ഇന്ന് ഉണ്ടായിട്ടുണ്ട്. സന്നിധാനത്ത് നിന്നും CB അനുമോദ്, ന്യൂസ് 18. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള കുപ്പം ശ്രീ ജനാർ സന്നിധിയിൽ സ്വന്തം ഗാനങ്ങൾ അവതരിപ്പിക്കാൻ അയ്യപ്പ ഭക്തർക്ക് അവസരം. പുതുതായി രചിച്ച് ചിട്ടപ്പെടുത്തി സ്വരമാധുരിയോടെ ആലപിക്കുന്ന ഭക്തിഗാനങ്ങളും ഈ പട്ടികയിൽ ദേവസ്വം ബോർഡ് ഉൾപ്പെടുത്തും. സ്വന്തം കൃതിയാണെന്നും മറ്റാർക്കും പകർപ്പവകാശമില്ലെന്നും വ്യക്തമാക്കുന്ന സത്യവാങ്മൂലവും സമ്മതപത്രവും പാട്ടിനൊപ്പം രചയിതാവും സംഗീത സംവിധായകനും ഗായകനും ചേർന്ന് സമർപ്പിക്കണം. പെൻഡ്രൈവിലാക്കി ശബരിമല സന്നിധാനം പബ്ലിക് റിലേഷൻസ് ഓഫീസിലാണ് സമർപ്പിക്കേണ്ടത്. ഗാനം വിശദമായി പരിശോധിച്ച ശേഷം ശബരിമലയിൽ കേൾപ്പിക്കേണ്ട ഗാനങ്ങളുടെ പട്ടികയിൽ ദേവസ്വം ബോർഡ് ഉൾപ്പെടുത്തും. കഴിഞ്ഞ വർഷം മുതലാണ് ഇത്തരത്തിൽ പുതിയ ഗാനങ്ങൾക്ക് അവസരം നൽകി തുടങ്ങിയത്. നിലവിൽ യേശുദാസ്, ജയവിജയ തുടങ്ങിയവർ ഉൾപ്പെടെയുള്ള പ്രമുഖ ഗായകരുടെ ഗാനങ്ങളാണ് ശബരിമലയിൽ ഉച്ചഭാഷിണി വഴി കേൾപ്പിക്കുന്നത്. ഇപ്പോൾ VK പ്രശാന്ത് MLA മാധ്യമങ്ങളെ കാണുന്നതിലേക്ക് എന്നാലോചിച്ചിട്ട് അങ്ങോട്ട് മാറുന്നു, അത്രയേ ഉള്ളൂ. അതിൻ്റെ പിന്നിൽ വേറൊന്നുമില്ല. വ്യക്തിപരമായ ഒരു തീരുമാനമാണോ അതോ രാഷ്ട്രീയമായ തീരുമാനമാണോ? അതല്ല, വ്യക്തിപരമായി തീരുമാനിച്ചു. കാരണം ഈ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി
നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ വിസ്മൃതിയിലാക്കാനും അപവാദം പ്രചരിപ്പിക്കാനും ഈ സന്ദർഭത്തെ പലരും ഉപയോഗിച്ചു. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ പല ആളുകളും ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ല. മരുതൻകുഴിയിൽ ഒരു സൗകര്യമായിട്ടുള്ളൊരു ഓഫീസ് കണ്ടെത്തി അങ്ങോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ള എൻ്റെ കാര്യം. വിവാദങ്ങൾക്ക് ജനങ്ങൾക്ക് കൂടുതൽ എത്താനും സൗകര്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ കഴിയുന്നത് ആ ഓഫീസ് ആയിരുന്നില്ലേ? അപ്പോൾ അവിടെ വിട്ടു പോകുമ്പോൾ അല്ല, അവിടെ അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ജനങ്ങൾക്ക് സൗകര്യം എന്ന നിലയ്ക്കാണ് ഒരു ഉചിതമായ ഒരു സ്ഥലം കണ്ടെത്തി 7 വർഷം പ്രവർത്തിച്ചത്. ഒരു തർക്കങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ മരുതൻകുഴിയിലെ സ്ഥലം തൊട്ടടുത്ത് തന്നെയാണ്. ഒരു 100-150 മീറ്റർ അപ്പുറത്തോട്ട് മാറിയിട്ടാണ് ഈ പറയുന്ന ജംഗ്ഷൻ ഉള്ളത്. താഴത്തെ നില തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾക്കില്ല എന്നാണ് VK പ്രശാന്ത് MLA പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഓഫീസ് മാറാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം പറയുന്നു. ഓഫീസ് മാറലിൽ പ്രതികരിക്കുകയായിരുന്നു പ്രശാന്ത് MLA. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.